ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരിയേറെ സന്തോഷത്തോടെ ഈ കൃപാഭിഷേകം ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപാവരങ്ങൾ ഈ മണിക്കൂറുകളിൽ നിങ്ങളുടെ മേലും നിങ്ങളുടെ ഭവനത്തിലുള്ള ഓരോരുത്തരുടെ മേലും ഈ ലോകം മുഴുവൻ്റെ മേലും വ്യാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൃപാഭിഷേകം എന്ന് വെച്ചാൽ ഇത് വിടുതലിൻ്റെ ശുശ്രൂഷയാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവൻ്റെ മേൽ നിറയുന്ന ശുശ്രൂഷയാണിത്. ഈ വലിയ കൃപ സ്വന്തമാക്കാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. തിരുവചനം നാം ധ്യാനിക്കുന്നത് പോലെ റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 23 വരെയുള്ള തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായിരിക്കുന്നതിനാൽ ദൈവത്തിന് നന്ദി. നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിനു വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുകയും. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിൽ അല്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് എന്ത് പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചു? അവയുടെ അവസാനം മരണമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിനടിമകളായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിൻ്റെ വേതനം മരണമാണ്, ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനും. മനുഷ്യന് നഷ്ടപ്പെട്ട ഏറ്റവും വലിയ സമ്പത്ത് കൃപയാണ്. പാപത്തിൻ്റെ പരിണിതഫലമായി നഷ്ടപ്പെട്ട ഏറ്റവും വലിയ സമ്പത്ത് അതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. മനുഷ്യൻ ദൈവകൽപ്പന അനുസരിക്കാതിരിക്കുമ്പോൾ, ദൈവത്തിനെതിരെ നീങ്ങുമ്പോൾ, സാത്താൻ്റെ സ്വരം കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ, അവൻ്റെ വാക്കുകൾ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ അവൻ നഷ്ടപ്പെട്ടത് ദൈവബന്ധമാണ്. അതോടെയാണ് കൃപ നഷ്ടപ്പെട്ടു പോകുന്നത്, വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുക, അഭിഷേകം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിൻ്റെ പരിണിതഫലം എന്താ? അസ്വസ്ഥതകൾ, ബന്ധനങ്ങൾ, തകർച്ചകൾ, രോഗങ്ങൾ എല്ലാം സംഭവിക്കുകയാണ്. പ്രപഞ്ചം മുഴുവനും ആ പാപത്തിൻ്റെ പരിണിതഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ബന്ധനത്തിൽ കഴിയുകയാണ്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ചിലർ പറയും ദൈവമുണ്ടോ എന്ന് പോലും ചോദിക്കാം. കാരണം ദൈവബന്ധം നഷ്ടപ്പെട്ടു, അനുഭവിക്കാൻ പറ്റുന്നില്ല, ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല, പിതാവായ ദൈവത്തിൻ്റെ പരിപാലനം അനുഭവിക്കാൻ പറ്റുന്നില്ല, പിതാവായ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കാൻ പറ്റുന്നില്ല. അവനിലേക്ക് തന്നെ ഒതുങ്ങുകയാണ്, ബന്ധനത്തിൽ കഴിയുകയാണ്, അസ്വസ്ഥനായി പോകുന്നു, എല്ലാത്തിനെയും കുറ്റപ്പെടുത്തുന്നു, അവൻ കുറ്റബോധത്തിന് അടിമപ്പെട്ടു പോകുന്നു, ഭയത്തിന് അടിമപ്പെട്ടു പോകുന്നു. ഇതിൽ നിന്ന് മോചനം പ്രാപിച്ച് ഒരുവൻ്റെ ആത്മാവ്, ശരീരം, മനസ്സ് പൂർണ്ണമായും ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി, ദൈവമകനായിട്ട് ദൈവമകളായിട്ട് ഉയർത്തപ്പെടാൻ വേണ്ടി പിതാവായ ദൈവം തൻ്റെ പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ കുരിശു മരണത്തിലൂടെ നമുക്ക് നൽകിയതാണ് കൃപ. ദൈവിക ജീവൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ ദൈവിക ജീവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കുകയാണ്. പൗലോസ് പറയുന്നുണ്ട്, 1 കൊറിന്തോസ് 15-ന്റെ 10-ാമത്തെ വചനം പറയുന്നുണ്ട്, ഞാൻ എന്തായിരിക്കുന്നു ദൈവകൃപയാലാണ്. ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ നഷ്ടപ്പെട്ടു പോയിട്ടില്ല, മറിച്ച് മറ്റെല്ലാവരേക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല അധ്വാനിച്ചത്, ദൈവത്തിൻ്റെ കൃപയാണ് അധ്വാനിച്ചത്. പൗലോസ് പറയുക, എൻ്റെ കഴിഞ്ഞ കാലഘട്ടം ഞാൻ വേറൊരു വിധത്തിലായിരുന്നു ജീവിച്ചത്, ഞാൻ പാപിയായിരുന്നു പോലും പൗലോസ് ഏറ്റു പറയുന്നുണ്ട്. ക്രിസ്തുവിൽ നിന്ന് അകന്നു കഴിഞ്ഞ ജീവിതത്തെ താൻ കാണുന്നത് പാപത്തിനടിമപ്പെട്ട ജീവിതമായിട്ട് കാണുന്നത്. ക്രിസ്തുവിനെ അനുഭവിക്കാൻ പറ്റില്ല. ക്രൈസ്തവ സഭയ്ക്കെതിരെ നീങ്ങുന്ന പൗലോസിനെ നമുക്ക് കണ്ടുമുട്ടുന്നുണ്ട്. പക്ഷേ കൃപയൊഴുകപ്പെട്ടപ്പോൾ ആ ദമാസ്കസ് ഗേറ്റിങ്കിൽ വെച്ച് സ്വർഗത്തിൽ നിന്നുള്ള പ്രകാശം വന്ന് അവൻ്റെ മേൽ വന്ന് പതിക്കുകയും അവൻ താഴെ വീഴുകയും അതിനുശേഷം 3 ദിനങ്ങൾ ഉപവാസ പ്രാർത്ഥന നടത്തുകയും അതിനുശേഷം അനനിയാസ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തൻ അവൻ്റെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ കൃപയാൽ നിറയപ്പെട്ടു. ആ നിമിഷം മുതൽ അവൻ ആൾ മാറുകയാണ്, അവനിൽ ഭയങ്കരമായ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അവൻ വിശുദ്ധിയുടെ പാതയിലൂടെ പോവുകയാണ്. അവൻ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ യാതൊരു വിഷമവും അവനില്ല, സഹിക്കാൻ യാതൊരു വിഷമവുമില്ല. അവൻ്റെ മുമ്പിൽ നിത്യജീവിതം, സ്വർഗീയ ജീവിതം മാത്രം അവൻ കാണുകയാണ്. അതുകൊണ്ട് ജീവിക്കാൻ ശക്തി കിട്ടി, ഒരു അഭിഷേകം അവനിലേക്ക് നിറയപ്പെട്ടു, കൃപ നിറയപ്പെട്ടു. ആ കൃപ അനുഭവിച്ച പൗലോസ് റോമാലേഖനത്തിൽ 1-ാം അധ്യായം 1 മുതൽ 8-ാം അധ്യായം അവസാനം വരെ നമ്മൾ ധ്യാനിക്കുമ്പോൾ പലതവണ ആവർത്തിച്ച പൗലോസ് കൃപ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ദൈവകൃപ എന്നിലേക്ക് കരകവിഞ്ഞൊഴുകി, ദൈവകൃപ എനിക്ക് ലഭിച്ചു. ആ കൃപയാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിടുതൽ കിട്ടുകയുള്ളൂ. അത് ദൈവിക ജീവനാണ് കിട്ടുന്നത്. ആ ദൈവിക ജീവൻ കിട്ടണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങണം, അതിനുവേണ്ടി ദൈവത്തെ വിളിക്കണമെന്ന് പൗലോസ് ആവശ്യപ്പെടുന്നുണ്ട്. കൃപ നിങ്ങളുടെ മേൽ ആയിക്കഴിയുമ്പോൾ പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, അല്ലെ പാപം ഭരണം നടത്തും. ഇന്നത്തെ ഈ തലമുറയുടെ പ്രത്യേകത എന്താ? അനേക വ്യക്തികളുടെ ജീവിതങ്ങളിൽ പാപം ഭരണം നടത്തുകയാണ്. ശരീരത്തിൻ്റെ സകല ആസക്തികൾക്ക് അവൻ അടിമപ്പെടുക, അവൻ്റെ ചിന്തകൾ അവനെ കൊണ്ട് പോകുക, തെറ്റെന്നോ ശരിയെന്നോ ചിന്തിക്കാൻ വേർതിരിവ് കിട്ടുന്നില്ല.
അറിവുണ്ട് പക്ഷെ തിരിച്ചറിവ് കിട്ടുന്നില്ല, ബോധമുണ്ട് പക്ഷെ സുബോധം കിട്ടുന്നില്ല. കാരണം അവൻ ബന്ധനത്തിൽ കഴിയുക, എത്ര നോക്കിയിട്ട് അവന് കരകയറാൻ പറ്റുന്നില്ല. ദൈവിക അനുഭവങ്ങൾ പോലും അവൻ്റെ കൺമുമ്പിൽ വന്നിട്ട് പോലും അവനത് മാറാൻ പറ്റുന്നില്ല. കാരണം ഈ കൃപാവരം വേണ്ടവണ്ണം ചൊരിയപ്പെടുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? എങ്ങനെയാണ് ഈ കൃപ കിട്ടാൻ വരുന്നത്? എന്താണ് ഈ തടസ്സം? എന്താണ് അത് തിരിച്ചറിയണം നമ്മൾ. അതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 66-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുക, എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ദൈവം കടാക്ഷിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ ഒഴുകപ്പെടണമെങ്കിൽ, നിങ്ങളുടെ മേൽ ഒഴുകപ്പെടണമെങ്കിൽ, ഇപ്പോൾ ഈ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിങ്ങൾ സംഭവിക്കണമെങ്കിൽ എളിമയോടെ ദൈവവചനത്തെ വിശ്വസിക്കാൻ തയ്യാറാകണം. വിശ്വസിക്കുന്നൊരു വ്യക്തിക്ക് മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 11-12 വചനമുണ്ട്, അവനിൽ വിശ്വസിച്ചവർക്കല്ല, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്ക് ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. അവനിൽ വിശ്വസിച്ചവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കഴിവ് ലഭിക്കുകയാണ്, അഭിഷേകം ലഭിക്കുകയാണ്. അപ്പോൾ യേശുവിൽ വിശ്വസിക്കണം, യേശുവിൻ്റെ വചനങ്ങളെ വിശ്വസിക്കണം, വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, വചനത്തിലേക്ക് അവൻ പോകണം, താല്പര്യം കാണിക്കണം, അതിനുമ്പിൽ എളിമപ്പെടണം, അതിനുമ്പിൽ ചോദ്യങ്ങൾ എറിഞ്ഞുകൊണ്ട് നിൽക്കരുത്. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനമുണ്ട്, അതായത് ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു, തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അതായത് ഭൗതിക ബന്ധനം ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രതി. എല്ലാം ബുദ്ധിയിലൂടെ കണ്ടുപിടിക്കാൻ നോക്കിയ, എല്ലാം ബുദ്ധിയിലൂടെ പക്ഷേ ഒന്നും സാധിക്കുന്നില്ല. കുറേയൊക്കെ പറ്റുന്നു, പക്ഷേ മുഴുവൻ പറ്റുന്നില്ല. അവൻ തിരിച്ചറിയണം, അവൻ്റെ ബുദ്ധിക്ക് പരിമിതികളുണ്ടെന്ന് മനസ്സിലാക്കണം, അവൻ്റെ ചിന്തകൾക്ക് ഒരുപാട് കുറവുകളുണ്ടെന്ന് മനസ്സിലാക്കണം. അവൻ്റെ ബന്ധനങ്ങൾ അഴിയണമെങ്കിൽ അവൻ ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ മുമ്പിൽ അവൻ താഴ്മയോടെ നിൽക്കണം. എളിമപ്പെട്ട് നിൽക്കുമ്പോൾ അവനിലേക്ക് അഭിഷേകം കരകവിഞ്ഞൊഴുകും, അവൻ ശക്തിപ്പെടും, അവൻ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. പൗലോസ്ലീഹ പുതിയൊരു വ്യക്തിയായിട്ട് മാറുക. അവസാനം വരെ, അത് അന്ത്യശ്വാസം വരെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നത് കാണാൻ പറ്റും. ഇന്ന് പലരുടെയും സാക്ഷ്യങ്ങൾ പ്രത്യേകത, കുറേ നാൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നു, വീണ്ടും അവൻ പഴയ വഴിക്ക് പോകുന്നത് കാണാൻ പറ്റും. ചിലപ്പോൾ ധ്യാനങ്ങൾ കൂടിയിട്ട് പോലും ചില വ്യക്തികൾ കുറേ നാൾ അഭിഷേകം കാണിക്കുന്നു, അതിനുശേഷം വീണ്ടും പഴയ വഴിയോട്ട് പോകുന്നതിന് കാരണം എന്താ? ശരിക്കുള്ള കൃപാവരവിലേക്ക് ഒഴുകപ്പെടുന്നില്ല, ഈ മകളിലേക്ക്. കാരണം വെച്ചാൽ എളിമയില്ല, അഹങ്കാരം നിറഞ്ഞ മനസ്സിൽ അഭിഷേകം കിട്ടത്തില്ല. പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 18-ാം വചനമുണ്ട്, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ നീ ദൈവകൃപയ്ക്ക് പാത്രമായി തരും. ദൈവകൃപ നിന്നിലേക്ക് ഒഴുകാൻ നീ ഒരു ശുദ്ധമായ പാത്രമായിട്ട് തരും. പക്ഷേ ഈ കൃപ അനുഭവിക്കാൻ പറ്റുന്നില്ല, കാരണം അഹങ്കാരം നമ്മുടെ തലയിൽ കയറുന്നു, ഹൃദയത്തിൽ കയറുന്നു, ബന്ധനത്തിൽ നാം കഴിയുന്നതുകൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ പറ്റുന്നില്ല, ഈശോയ്ക്ക് വേണ്ടി സഹിക്കാൻ പറ്റുന്നില്ല. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ പെട്ടെന്ന് മാറുകയാണ്. പത്രോസിൻ്റെ കാര്യം പറയുന്നത് പോലെ തന്നെ പത്രോസ് പറഞ്ഞു, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. പക്ഷേ നമുക്കറിയാം, ഈശോയുടെ പീഡാസഹനത്തിൻ്റെ മണിക്കൂറുകൾ എത്തിക്കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നു കാണാൻ പറ്റും. യഹൂദർ വന്ന്, റോമക്കാർ വന്നിട്ട് ഈശോയെ ബന്ധിക്കുന്ന സമയത്ത് അവൻ്റെ സ്വഭാവം മാറി. അവൻ പറയും, എനിക്ക് അവനെ അറിയത്തില്ല. അതുവരെ, അതായത് ഈശോയുടെ ആഘോഷപൂർണ്ണമായ ഈശോയുടെ യാത്രയിൽ ഈശോ ജെറുസലേമിലേക്ക് പോകുമ്പോൾ, കഴുതപ്പുറത്ത് പോകുമ്പോൾ അവിടെയൊക്കെ മുന്നിൽ നിൽക്കാൻ തയ്യാറാണ്. എല്ലാത്തിനും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ഈശോയുടെ മുന്നിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ പത്രോസ് തയ്യാറാണ്. അവിടെ ധൈര്യം, ഭയങ്കര ഇഷ്ടമാണ്, എപ്പം വിളിച്ചാലും ഈശോയോടേക്ക് ഓടിച്ചെല്ലുന്നവൻ. പക്ഷേ ഇവിടെ സഹനമുണ്ടായി കഴിയുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ, പീഡനമുണ്ടാകുമ്പോൾ പെട്ടെന്ന് അവൻ്റെ സ്വഭാവം മാറി. കാരണം വേറൊന്നും, അവനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, അവന് കൃപ വേണ്ട പോലെ നിറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും പത്രോസ് 3 വട്ടം യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ ശേഷം നാം വചനത്തിൽ ധ്യാനിക്കുന്നുണ്ട്. അവൻ പുറത്തേക്ക് പോയി ഇന്ന് കരയുന്നുണ്ട്. കോഴി കൂവുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ പുറത്തിറങ്ങിപ്പോയി കരയുന്നുണ്ട്. ഈശോ അവൻ നോക്കുന്ന സംഭവമുണ്ട്. ആ സമയത്ത് അവൻ കരയുക, എനിക്ക് പറ്റുന്നില്ലല്ലോ, എൻ്റെ ശരീരത്തിൻ്റെ പ്രവണതകളെ തോൽപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ, ഞാൻ എന്താ എനിക്കിങ്ങനെ ആയിപ്പോയത്, എന്തുകൊണ്ട് ഞാൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു, എന്തുകൊണ്ട് ഇതാ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ച കാര്യമല്ല, ഈശോനെ തള്ളിക്കളയില്ലെന്ന് പറഞ്ഞവൻ ഞാൻ എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു? കാരണം വേറൊന്നുമല്ല, കൃപ വേണ്ടവണ്ണം നിറയപ്പെട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം, ഈശോ മിശിഹാ തൻ്റെ അവസാന മണിക്കൂറിൽ, തൻ്റെ കുരിശുമരണത്തിന് തൊട്ടു മുമ്പുള്ള മണിക്കൂറിൽ, അന്ത്യത്താഴത്തിൻ്റെ മണിക്കൂറുകൾ ശിഷ്യഗണത്തെ പഠിപ്പിച്ച, ശിഷ്യഗണക്ക് നൽകുന്ന ഏറ്റവും വലിയ സംഭവമുണ്ട്, അത് പരിശുദ്ധാത്മാവാണ്. ഈശോ വാഗ്ദാനം നൽകിയ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് ഈശോ പറയുന്നുണ്ട്. അതാണ് അഭിഷേകം, കൃപ നിറയുകയാണ്. കൃപ നിറഞ്ഞുമ്പോൾ നിങ്ങൾ ശക്തിപ്പെടുക, നിങ്ങൾക്ക് ആരും ഭയമില്ല, നിങ്ങൾ ദൈവമകനാണ്, ദൈവമകളാണെന്നുള്ള ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൃപ അഭിഷേകം നേടിയേ പറ്റൂ. ഈ കൃപ നിറയണമെങ്കിൽ ഒന്നാമതായിട്ട് വേണ്ടത് ഹൃദയത്തിൻ്റെ എളിമ വേണം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള തിരുവചനമുണ്ട്. ഈശോ പ്രാർത്ഥിക്കുന്നൊരു സംഭവമാണത്. ഈശോ പറയുക, പിതാവേ, നീ ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കും ദൈവം. അതേ പിതാവേ, അതായിരുന്നു അങ്ങയുടെ തിരുഹിതം, ദൈവഹിതമത. ശിശുതുല്യമായ ഹൃദയമുള്ള, നിഷ്കളങ്കമായ, വിശ്വസിക്കുന്ന ഹൃദയമുള്ള, വിശുദ്ധിയുള്ള
എളിമയുള്ള ഹൃദയമുള്ള ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം വളരെ വേഗത്തിൽ ഉത്തരം കൊടുക്കും. എന്തുകൊണ്ടാണ് പലരും ദൈവത്തെ അനുഭവിക്കാൻ പറ്റാത്ത ദൈവാനുഗ്രഹങ്ങളുടെ വാതിക്കൽ വന്ന് ഇന്നിട്ട് പോലും അഭിഷേകം കിട്ടാതെ പോകുന്നതുകൊണ്ട്? കാരണമൊന്നും അഹങ്കാരം നിറഞ്ഞിരിക്കുക, ഞാനെന്ന ഭാവം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് വിശുദ്ധി കിട്ടുന്നില്ല, അതുകൊണ്ട് ദൈവത്തിൻ്റെ അരൂപിക്ക് അവനെ സഹായിക്കാൻ പറ്റുന്നില്ല. അവനെ നാശത്തിന് കരകയറ്റേണ്ട ഭയങ്കര ആഗ്രഹമുണ്ട്. ഈശോ ഇസ്രായേലിലേക്ക് വരുമ്പോൾ മനുഷ്യാവതാരം ചെയ്യുന്നത് നമുക്കറിയാം ബത്ലഹേമിലാണ്. അവിടെ ഇസ്രായേലിലേക്ക് ഈശോ വരുമ്പോൾ ഈശോയുടെ ആഗ്രഹം എന്താ? ദൈവജനം, പഴയ നിയമ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം മുഴുവനും ദൈവത്തെ അറിയണമെന്നും അനുഭവിക്കണമെന്നും ഈശോ ആഗ്രഹിക്കും. പക്ഷേ ഒരു പറ്റം ആളുകൾക്ക് ഈശോ അനുഭവിക്കാൻ പറ്റുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അവരുടെ ഉള്ളിലെ അഹങ്കാരം. അവർക്കെല്ലാം അറിയാം, അവർ ദൈവത്തെ അറിയുന്നവരാണ്. ഞങ്ങളെ ആരൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഈ അഹങ്കാരം നിറഞ്ഞ ജീവിതങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വന്തമാക്കാനോ അനുഭവിക്കാനോ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇവിടെ നമുക്ക് എളിമയാണ് വേണ്ടത്. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വചനം വായിക്കുമ്പോൾ നാം കണ്ടുമുട്ടുന്ന വലിയൊരു സത്യമുണ്ട്. ഈശോ അവിടെ പത്രോസ്ലീഹ പഠിപ്പിക്കുന്ന ഒരു വലിയ വചനമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടെ നിങ്ങൾ ഉയർത്തിക്കൾ, എടുത്തിയാടരുത്. അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ എടുത്തിയാടരുത്. ഒന്ന് പറഞ്ഞ് 2 പേർ ഓരോ കാര്യത്തിന് പോകരുത്. ഇന്നത്തെ തമ്പുരാൻ ആവശ്യപ്പെടുന്നൊരു വഴിയുണ്ട്, അത് ശാന്തത പാലിക്കണം, ദീർഘക്ഷമ വേണം, ക്ഷമ സൂക്ഷിക്കണം, മനസ്സിൽ ക്ഷമ വേണം, ഹൃദയത്തിൽ ക്ഷമ വേണം. ക്ഷമയില്ലാണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സ്വന്തമാക്കാനായിട്ട് പറ്റില്ല, ബന്ധനത്തിൽ കഴിയേണ്ടി വരും. എളിമപ്പെട്ട് നിൽക്കുന്ന ജീവിതങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപാവരം അതിൻ്റെ പൂർണ്ണതയിൽ ഒഴുകപ്പെടുകയാണ്. അതാണ് പരിശുദ്ധ അമ്മയിൽ വന്ന് ഈശോ ജനിക്കുന്ന വലിയ സംഭവം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനത്തിലൂടെ. എങ്ങനെ സംഭവിക്കുക? അമ്മ പറയുന്നത്, അമ്മ എളിമയുള്ള ദാസി. ഈശോയുടെ അമ്മയായി തീർന്നതോടെ അമ്മ ഓടി നടക്കുകയല്ല, ബഹളം വെക്കുന്നൊരു അമ്മയല്ല. തിരുവചനം ധ്യാനിക്കുമ്പോൾ ലൂക്കാസ് സുവിശേഷം 1-2 അധ്യായം കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധ അമ്മയെ നമ്മൾ കണ്ടുമുട്ടുന്നത് കാൽവരി കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതായിട്ട്. അമ്മയെല്ലാം മാറി നിൽക്കുന്നൊരമ്മ, എളിമപ്പെട്ട് നിൽക്കുന്ന വളരെ നിഷ്കളങ്കയായ പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എളിമയെന്ന പുണ്യം നമ്മുടെ ഹൃദയത്തിൽ നിറയാതെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അനുഭവിക്കാനാവില്ല. പൗലോസ്ലീഹ ക്രിസ്തുവിനെ അറിയില്ലായിരുന്നു എന്നൊരു കുറ്റമേ അവൻ്റെ ഭാഗത്തുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നിഷ്കളങ്കതയുള്ളൊരു പൗലോസ് മുമ്പ് നമുക്കറിയാം സൗളായിരുന്നു. ആ സൗൾ നിഷ്കളങ്കതയുടെ മനുഷ്യൻ, ശാന്തതയുടെ മനുഷ്യൻ, അറിവുള്ള മനുഷ്യൻ, ദൈവബോധമുള്ള മനുഷ്യൻ, നിഷ്ഠയുള്ള മനുഷ്യൻ, നിയമത്തിനു വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യൻ, യഹൂദ നിയമത്തിനു വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യൻ. പക്ഷേ ആ മനുഷ്യൻ്റെ ഉള്ളിൽ അഹങ്കാരമില്ല. അതുകൊണ്ട് പൗലോസ്ലീഹായെ ദൈവം തിരഞ്ഞെടുത്തു, കൃപയാൽ ദൈവം തിരഞ്ഞെടുത്തു, അഭിഷേകം ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് കർത്താവിൻ്റെ വലിയ കൃപ നമ്മിലേക്ക് ഒഴുകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധന സമയത്ത് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ സന്നിധി എളിമയോടെ വെച്ചിട്ട് നമ്മുടെ അഹങ്കാരം, നമ്മുടെ ബൗദ്ധിക അന്ധകാരം എടുത്തു കളഞ്ഞിട്ട് തമ്പുരാനെ എന്നോട് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ കൃപാവരം നിൻ്റെ മേലും ചൊരിയപ്പെടും. പൗലോസിനെ അഭിഷേകം ചെയ്തതുപോലെ, പത്രോസിനെ അഭിഷേകം ചെയ്തതുപോലെ, അപ്പസ്തോലന്മാരെ ശിഷ്യഗണങ്ങളെ അഭിഷേകം ചെയ്തതുപോലെ ദൈവം നിന്നെ അഭിഷേകം ചെയ്യും. തിരുവചനത്തെ വിശ്വസിച്ചുകൊണ്ട് എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.